Find the quartile deviation of the following: 391, 384, 591, 407, 672, 522, 777, 1490, 2488. What is quartile deviation? Quartile deviation QD is equal to Q3 minus Q1 divided by 2, where Q1 is the first quartile. This is the first quartile. And Q3 is the third quartile. Third quartile. അപ്പോൾ ഇതാണ് രണ്ട് ക്വാർട്ടൈൽസ് ആണ് നമുക്ക് അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോ ഡാറ്റ. അപ്പോൾ റോ ഡാറ്റയിൽ നമുക്ക് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവരെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഡാറ്റേനെ അറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ഒബ്സർവേഷൻ ആദ്യം എഴുതാം. 384, then 391, then we have 407, 522, 591, then 672, 777, 1490 and 2488. അപ്പോൾ ഇത്ര ഒബ്സർവേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n is equal to 9 ആണ്. അപ്പം 9 ഒബ്സർവേഷൻസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം Q1 കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 is equal to n plus 1 by 4th observation. n plus 1 by 4th observation, which is 9 plus 1 by 4th observation. അപ്പം 10 by 4th observation വരും, which is equal to 2.5th observation എന്നാണ് വരും. അപ്പോൾ 2.5th observation എന്ന് വന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? This can be written as second observation plus third observation divided by 2 എന്ന് എഴുതും. അപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നോക്കാം. അതിലുള്ള സെക്കൻഡ് ഒബ്സർവേഷൻ is 391 and third observation is 407. This can be written as 391 plus 407 divided by 2 എന്ന് വരും, and the answer is 399. This is our Q1. ഇനി നമുക്ക് Q3 കണ്ടുപിടിക്കാം. Q3 is 3 into n plus 1 by 4th observation, which is equal to 3 into 9 plus 1 by 4th observation. അതായത് 3 into 9 plus 1 by 4 നമ്മൾ 2.5 എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം 3 into 2.5 which is 7.5th observation എന്നാണ് വരുന്നത്. 7.5th observation. അപ്പോൾ 7.5th observation means it is 7th observation plus 8th observation divided by 2, which is equal to, നമുക്ക് നോക്കാം ഏതാണ് നമ്മളെ ഡാറ്റയിലുള്ള 7th observation. 7th observation is 777 and 8th observation is 1490. So this is 777 plus 1490 divided by 2, which is equal to 1133.5. അപ്പോൾ ഇതാണ് നമ്മളെ Q3. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്, Q1ഉം Q3യും കിട്ടിയിട്ടുണ്ട്. Therefore quartile deviation is equal to Q3 minus Q1 divided by 2, which is equal to 1133.5 minus 399 divided by 2, and the answer is 367.25. This is our quartile deviation. Question: a man traveled from one place to another at the rate of 20 km per hour and returned at the rate of 30 km per hour. Find the average speed of the whole journey. അപ്പം ഒരാൾ യാത്ര ചെയ്ത സ്പീഡുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് 20 km per hourഉം ഒന്ന് 30 km per hourഉം തന്നിട്ടുണ്ട്. നമുക്ക് ആ സ്പീഡുകളുടെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ, സ്പീഡുകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ ആണ് ആവറേജ് ഓഫ് സ്പീഡ്സ് കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആവറേജ്. അപ്പോൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സ്പീഡുകളാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എക്സ് വാല്യൂസ് ആയിട്ട് എടുക്കും. അപ്പോൾ സ്പീഡുകളാണ് നമ്മൾ എക്സ് വാല്യൂ, നമ്മൾ വേരിയബിൾ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അവിടെ ഇപ്പം 20 ഉണ്ട്, 30 ഉണ്ട് അല്ലേ. നമുക്ക് എക്സ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പം ഹാർമോണിക് മീനിൻ്റെ ഫോർമുല എന്താണ്? ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു
n divided by summation 1 by x. ഇതാണ് ഹാർമോണിക് മീൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 by എക്സുകൾ കണ്ടുപിടിക്കണം. 1 by x എന്ന് പറഞ്ഞാൽ 1 by 20 അല്ലേ? 1 by 20 എന്ന് പറയുമ്പോൾ 0.05 എന്ന് വരും. പിന്നെ 1 by 30, 1 by 30 പറഞ്ഞാൽ 0.0333 എന്ന്. അപ്പോൾ ദിസ് ഇസ് 1 by x. ഇനി നമുക്ക് അവരുടെ സമ്മ് കാണാം. സമ്മേഷൻ 1 by x that is equal to 0.0833 എന്ന് വരും. അങ്ങനെ പോകും. 333 എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. Therefore ഹാർമോണിക് മീൻ is equal to n. n എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വാല്യൂസേ ഉള്ളൂ അല്ലേ? അപ്പോൾ n is equal to 2. 2 divided by summation 1 by x which is 0.0833 and this is equal to 24 കിലോമീറ്റർ പെർ അവർ. ഇതാണ് നമ്മളുടെ ആവറേജ് സ്പീഡ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റയിൽ സൈസും നമ്പർ ഓഫ് ഐറ്റംസും ആണ് തന്നിരിക്കുന്നത്. സൈസ് 5, 8, 10, 12, 29, 35, 40 and 46. Number of items, there is 3, 12, 25, 40, 31, 20, 18 and 7. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഇത് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിളിൻ്റെ വാല്യൂസ് ആണ്. ഇതാണ് നമ്മളെ എക്സ് വാല്യൂസ്. ആൻഡ് നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് കാണുക എന്ന് പറഞ്ഞാൽ മോഡ് ഇസ് ദ ഒബ്സർവേഷൻ ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷൻ, ഏറ്റവും വലിയ ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡാറ്റ നോക്കുമ്പം അവിടെ നമ്മൾ ഫ്രീക്വൻസിയാണ് ചെക്ക് ചെയ്യുന്നത്. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 40 ആണ് അല്ലേ? 40 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഏത് ഒബ്സർവേഷനാണ് വരുന്നത് നോക്കി. അപ്പം 12 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ് ഏറ്റവും അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതിനാണ് ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ളത്. Therefore mode is equal to 12. Question, calculate the median for the following data. ക്ലാസും ഫ്രീക്വൻസീസ് ആണ് തന്നിരിക്കുന്നത്. ക്ലാസ്സുകൾ 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഫ്രീക്വൻസി 5, 10, 15, 12 and 8. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കാണാൻ നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാറ്റയിൽ നമ്മൾ മീഡിയൻ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസ്സുകളും ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഈ ഡാറ്റേനെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് മീഡിയൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് m ഇൻറ്റു സി ഡിവൈഡഡ് ബൈ എഫ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീഡിയൻ കാണേണ്ടത്. ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മീഡിയൻ്റെ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ്റെ ക്ലാസ് ആണ്. അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് വെറും ഫ്രീക്വൻസീസ് പോരാ, നമുക്ക് എന്ത് വേണം? നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എടുത്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പായിട്ട് ഫ്രീക്വൻസീസിനെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 5 അല്ലേ? അടുത്ത ഫ്രീക്വൻസി 5 പ്ലസ് 10 ദാറ്റ് ഈസ് 15. അടുത്ത ഫ്രീക്വൻസി 15 പ്ലസ് 15 30 എന്ന് വരും. അടുത്തത് 30 പ്ലസ് 12 that is 42. then 42 plus 8 വരും, that is 50. ഇതാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി അറിയണം. ടോട്ടൽ ഫ്രീക്വൻസി ഈസ് ക്യാപിറ്റൽ that is equal to ഇവരെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 50 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ക്ലാസ് ആണ്. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഹാവിങ് n/2th ഒബ്സർവേഷൻ. n/2th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് n/2 എന്താണ് നോക്കാം. n/2 is equal to n is 50 അല്ലേ? അപ്പോൾ n/2 is equal to 25. അതായത് 25th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25ഓ അതിന് തൊട്ട് മുകളിലോ ഉള്ള ഫ്രീക്വൻസി ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ അവിടെ 25 ഇല്ല അല്ലേ? 25ൻ്റെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി കാണുന്നുണ്ട് 30 അല്ലേ? അപ്പോൾ ഈ ക്ലാസ്, ഈ 30 എന്ന് പറഞ്ഞ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നൊരു ക്ലാസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ദാറ്റ് ഈസ് അവർ മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ക്ലാസ് ഹാവിങ് n/2th ഒബ്സർവേഷൻ. അത് n/2 25 ആയതുകൊണ്ടാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയിട്ട് നമ്മൾ 25ഓ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്ന ക്ലാസ്.
അപ്പോൾ അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ദിസ് ഇസ് അവർ മീഡിയൻ ക്ലാസ്. അപ്പോൾ ഇതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ, അതായത് 10 to 15 ആണ് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ മീഡിയൻ്റെ വാല്യൂ 10-ന്റെയും 15-ന്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും എന്നാണ്. ഇനി നമ്മൾ മീഡിയൻ്റെ ഫോർമുലയിലേക്ക് പോവാം. അപ്പോൾ മീഡിയൻ്റെ ഫോർമുലയിൽ ആദ്യം L ആണ് കാണുന്നത് അല്ലേ. L ഇസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മുടെ മീഡിയൻ ക്ലാസ് 10 to 15 ആണ്, അതിൻ്റെ ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 10. അപ്പോൾ 10 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ L എന്ന് വരുന്നത്, L പ്ലസ്. പിന്നെ n/2 ആണ് വരുന്നത്. n/2 നമുക്കറിയാം, ദാറ്റ് ഈസ് 50/2 വിച്ച് ഇസ് 25. മൈനസ് m വരുന്നുണ്ട്. m ഇസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസിന്റെ തൊട്ടു മുകളിൽ കിടക്കുന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് m. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്, 15 ആണ് വരുന്നത്. അപ്പം m ഇസ് 15 അല്ലെ, ഇൻറ്റു സി എന്ന് വന്നിരിക്കുന്നു. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് വിഡ്ത്ത്. ക്ലാസ് വിഡ്ത്ത് എങ്ങനെയാണ് കാണുന്നത്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് 15 മൈനസ് 10. ഇവിടെ എല്ലാ ക്ലാസ്സുകളുടെയും ക്ലാസ് വിഡ്ത്ത് 5 ആണ്. നമുക്ക് ആവശ്യം മീഡിയൻ ക്ലാസിന്റെ മാത്രമാണ്. അപ്പം മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്, 5 ആണ്. ഇവിടെ ഇൻറ്റു 5 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ, ഇവിടെ മാത്രമേ ഡിവൈഡഡ് ബൈ ഉള്ളൂ, 10 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഡിവൈഡഡ് ബൈ എഫ്. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്, ദറ്റ് ഈസ് അഗെയിൻ 15. അപ്പോൾ ഇവിടെ നമ്മൾ 15 എന്ന് എഴുതും. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഇസ് 10 പ്ലസ്, ആദ്യം ബ്രാക്കറ്റ് മാറ്റാം, 25 മൈനസ് 50 ദറ്റ് ഈസ് 10 അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 15 എന്നാണ് ഇവിടെ വരുന്നത്. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 10 പ്ലസ് ദിസ് ഇസ് 50 ബൈ 15 എന്ന് വരും അല്ലേ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് ഇത് 3.33 എന്ന് വരാം. ആൻഡ് ദ ആൻസർ ഈസ് 13.33. അപ്പോൾ മീഡിയൻ ഇസ് 13.33 എന്നാണ് വരുന്നത്. Mean and standard deviation of 100 items are calculated by a student as 40 and 5. While calculating, items are taken as 40 and 50 instead of 60 and 30. Find the correct mean and variance. നമുക്ക് തന്നിരിക്കുന്നത് 100 ഒബ്സർവേഷൻസ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ 100 ആണ്. 100 ഒബ്സർവേഷനുകളുടെ അല്ലെങ്കിൽ 100 ഐറ്റങ്ങളുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ മീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ബാർ. എക്സ് ബാർ എത്രയാണ് തന്നിരിക്കുന്നത്, എക്സ് ബാർ ഇസ് ഈക്വൽ ടു 40 എന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് കിട്ടിയിരുന്നത് 5 ആണ്. അപ്പോഴാണ് നോക്കുമ്പോൾ മനസ്സിലായത് 2 ഐറ്റംസ് നമ്മൾ തെറ്റായിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 40യും 50 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് എടുക്കേണ്ട ആളുകൾ ആരായിരുന്നു, 60യും 30യും. അപ്പോൾ അതിന് പകരം നമ്മൾ തെറ്റായിട്ട് 40 and 50 ആണ് എടുത്തിരുന്നത്. അപ്പം നമുക്ക് ഈ മീനിനെയും വേരിയൻസിനെയും കറക്റ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആയിരുന്നുവെങ്കിൽ അതിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയൻസ് 25 ആണ്. അപ്പോൾ ഇത് തെറ്റായിട്ട് കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്കിതിനെ കറക്റ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ കറക്ഷൻ നടത്തുമ്പോൾ എവിടുന്നാണ് കറക്ഷൻ തുടങ്ങേണ്ടത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അല്ലെ. അപ്പം മീനിനെ കറക്റ്റ് ചെയ്യണം. അപ്പം മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എലിമെന്റ്സിനാണ്, ഓരോ ഐറ്റങ്ങൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അതായത് മീന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തെടുത്തിരിക്കുമ്പോൾ വന്നിരിക്കുന്ന എക്സ് വാല്യൂസിനാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അതുമാതിരി വേരിയൻസ് കാണുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ് വാല്യൂസിനാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ എക്സ് വാല്യൂവിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ആ മാറ്റങ്ങൾ വരുത്തണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെയാണ് മീനിനെ മാറ്റുന്നത് എന്ന് നോക്കാം, അതായത് മീനിനെ കറക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ മീൻ എന്താണ് ആക്ച്വലി, അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മൾ എക്സ് വാല്യൂസ് നമ്മൾ ഐറ്റങ്ങളെല്ലാം ആഡ് ചെയ്യും, എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എക്സ് ബാർ കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ തെറ്റായിട്ട് നമ്മളൊരു മീൻ കിട്ടിയിട്ടുണ്ട് 40. അവിടെ നമ്മൾ ഉപയോഗിച്ചത് എക്സ് വാല്യൂസിനെ കൂട്ടിയിട്ടാണ് നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എക്സ് ബാർ കിട്ടിയത്. അപ്പൊ ഞാൻ കറക്ഷൻ വരുത്തേണ്ടത് എക്സ് വാല്യൂസിലാണ്, അല്ലെങ്കിൽ എക്സ് വാല്യൂസിനെ കൂട്ടിയ സ്ഥലത്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്. അപ്പൊ ഇവിടെ ഈ എക്സ് ബാർ ഇപ്പം തന്നിരിക്കുന്ന ആൻസറിൽ എന്താണ് സമ്മേഷൻ എക്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, വാട്ട് ഈസ് സമ്മേഷൻ എക്സ്. സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്നു, n ഇൻറ്റു എക്സ് ബാർ അല്ലേ. സമ്മേഷൻ എക്സ് നമുക്ക് എങ്ങനെ കിട്ടുന്നു, n ഇൻറ്റു എക്സ് ബാർ ചെയ്യണം. അപ്പൊ ഈ നമുക്ക് തന്നിരിക്കുന്ന കേസിൽ n എന്ന് പറയുന്നത് 100 ആണ്, ആൻഡ് എക്സ് ബാർ എത്രയാണ്, 40 ആണ്. അപ്പം എനിക്ക് തെറ്റായി കിട്ടിയിരിക്കുന്ന സമ്മ എത്രയാണ്, 100 ഇൻറ്റു 40 4000 ആണ്. അപ്പൊ ഈ സമ്മ ചെയ്തപ്പോൾ നമ്മൾ എല്ലാ എലിമെന്റ്സിനെയും കൂട്ടിയിട്ടുണ്ട് അല്ലെ, അവിടെ നമുക്ക് കറക്ഷൻ വരുത്താം.
ഈ കൂട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ തെറ്റായിട്ട് കൂട്ടിയിരിക്കുന്ന രണ്ടാളുകളുണ്ടല്ലോ 40യും 50യും, അവരെ ഞാനിതിന്ന് മൈനസ് ചെയ്ത് കളയും. അപ്പോൾ അവർ പോയി. എന്നിട്ട് കറക്റ്റായിട്ട് വരുത്തേണ്ട രണ്ടാളുകളില്ലേ 60യും 30യും, അവരെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡും ചെയ്തു. അങ്ങനെ ഞാൻ ഈ സമ്മിനെ ആദ്യം കറക്റ്റ് ചെയ്തു. സമ്മിനെ കറക്റ്റ് ചെയ്ത ശേഷം ഞാൻ അർത്തമാറ്റിക് മീനിനെ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് അല്ലേ. അപ്പം ഞാൻ കറക്റ്റഡ് സം ആണ് എനിക്ക് ആദ്യം എഴുതേണ്ടത്. കറക്റ്റഡ് സം ഞാൻ എഴുതാൻ പോകുന്നു. അതിന് ഞാൻ സിഗ്മ എക്സ് സി എന്ന് കൊടുക്കാം, മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കറക്റ്റഡ് സം ആണ് എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാണ് 4000. അതൊന്ന് ഞാൻ ഒഴിവാക്കി കളയേണ്ട ആളുകളെ ഒഴിവാക്കുന്നു. തെറ്റായി ഞാൻ കൂട്ടിയ ആളുകളായിരുന്നു. 40നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു, 50നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു, അവരെ മൈനസ് ചെയ്ത് കളഞ്ഞു. ഇനി എനിക്ക് കറക്റ്റായിട്ട് കൂട്ടേണ്ട ആളുകളെ കൂട്ടാം. 60നെ എനിക്ക് കൂട്ടണം, 30നെ എനിക്ക് കൂട്ടണം അല്ലേ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കൂ. ഇവിടെ 4000 മൈനസ് 40 മൈനസ് 50, അതായത് മൈനസ് 90 ചെയ്യണം. ആഡ് ചെയ്യേണ്ടതും ആരെയാണ്, 60 പ്ലസ് 30 പ്ലസ് 90. അപ്പോൾ ഇവിടെ കറക്റ്റഡ് സം എന്താണ്, 4000 തന്നെയാണ്. അതായത് സമ്മിന് മാറ്റം വന്നിട്ടില്ല. ഈ നമ്പേഴ്സ് മാറിയപ്പോൾ സമ്മിന് എന്ത് വന്നിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് കറക്റ്റഡ് മീൻ എക്സ് ബാർ സി എന്ന് എഴുതാം. നമുക്ക് അതിന് മാറ്റമൊന്നുമില്ല, എന്നാലും നമുക്ക് എഴുതാം. സമ്മേഷൻ എക്സ് സി കറക്റ്റഡ് ഡിവൈഡഡ് ബൈ എൻ, ദറ്റ് ഈസ് 4000 ഡിവൈഡഡ് ബൈ n 100 ആയിരുന്നു, 100, ദറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പം മീനിന് കറക്ഷൻ ഒന്നും വന്നിട്ടില്ല ആക്ച്വലി. ഇനി നമുക്ക് വേരിയൻസിൽ എന്ത് മാറ്റമാണ് വന്നത് എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം ആക്ച്വൽ കിട്ടിയിരിക്കുന്ന വേരിയൻസ് 25 ആയിരുന്നു അല്ലേ. ഇനി എങ്ങനെയാണ് വേരിയൻസിനെ നമുക്ക് മാറ്റം വരുത്തുന്നത് നോക്കാം. അപ്പോൾ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ എക്സ് സ്ക്വയറിൽ സമ്മേഷൻ എക്സ് സ്ക്വയറിലായിരിക്കും നമ്മളെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ സമ്മേഷൻ എക്സ് സ്ക്വയറിൽ എന്ത് മാറ്റമാണ് വന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കണം അല്ലേ. ആ മാറ്റങ്ങൾ എങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 എന്ന് കിട്ടിയപ്പോൾ നമുക്ക് ഫോർമുല എന്ത് വന്നിട്ടുണ്ടാവും, സമ്മേഷൻ എക്സ് സ്ക്വയർ, അത് ഏതാണെന്ന് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എക്സ് ബാർ, 40 സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് എങ്ങനെയാണ് എക്സ് ബാർ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഓർ 25 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 1600, ഓർ 25 പ്ലസ് 1600 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ഇങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ഇസ് ഈക്വൽ ടു 1625 എന്ന് നമുക്ക് എഴുതാം. Summation x square divided by 100 is equal to 1625 എന്ന് എഴുതിയിരിക്കുന്നു. Or what is summation x square? Summation x square is equal to 1625 into 100. അല്ലേ, അപ്പോൾ എന്ത് വരുന്നു, 1,62,500 എന്നാണ് വരുന്നത്. അതാണ് സമ്മേഷൻ എക്സ് സ്ക്വയർ. ഈ സമ്മേഷൻ എക്സ് സ്ക്വയറിലാണ് നമ്മൾ ഇനി കറക്ഷൻ വരുത്തേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് വാല്യൂസിനെ എല്ലാം സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള നമ്മൾ രണ്ട് വാല്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തത് 40യും 50യും. അതായത് 40 സ്ക്വയറിനെയും 50 സ്ക്വയറിനെയും ഞാൻ തെറ്റായിട്ട് ഈ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കറക്ഷൻ വരുത്തുമ്പോൾ തെറ്റായിട്ട് ആഡ് ചെയ്ത രണ്ട് സ്ക്വയറുകളെ 40 സ്ക്വയറിനെയും 50 സ്ക്വയറിനെയും ഇതിന്ന് മൈനസ് ചെയ്യണം. എന്നിട്ട് കറക്റ്റായിട്ടുള്ള രണ്ടാളുകൾ 30 സ്ക്വയറും 60 സ്ക്വയറിനെയും നമുക്കിവിടെ ആഡ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റഡ് സമ്മേഷൻ എക്സ് സ്ക്വയർ ആണ് എനിക്ക് വേണ്ടത്. കറക്റ്റഡ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ് വേണ്ടത്. അതിന് നമുക്ക് സമ്മേഷൻ എക്സ് സി സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,62,500. അതിന്ന് തെറ്റായിട്ടുള്ള രണ്ടുപേരെ സ്ക്വയർ 40 സ്ക്വയർ മൈനസ് 50 സ്ക്വയർ ചെയ്യണം. കറക്റ്റായിട്ടുള്ള രണ്ടാൾക്കാരെ സ്ക്വയറിന് ആഡും ചെയ്യണം. അതായത് 30 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ ഇവരെ ആഡും ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ വരിക നോക്കാം. ദിസ് ഈസ് 1,62,500 മൈനസ് 1,600 മൈനസ് 2,500 പ്ലസ് 900 പ്ലസ് 3,600 ഇങ്ങനെ ചെയ്യണം. ഈ രണ്ട് ടേമുകളെ മൈനസ് ചെയ്യണം, ഇവരെ രണ്ടുപേരെയും നമ്മൾ ആഡും ചെയ്യണം.
അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,62,900 എന്നുള്ള ആൻസറാണ്. കറക്റ്റഡ് സം ഓഫ് സ്ക്വയേഴ്സ് അല്ലേ. therefore what is corrected variance? Corrected variance is equal to നമ്മൾക്ക് ഈ corrected sum ഉണ്ടല്ലോ, summation xc square divided by n minus our corrected x bar അതിന്റെ സ്ക്വയർ, that is equal to 1,62,900 divided by n, that is 100 minus corrected x bar square, അത് 40 തന്നെയാണ്, 40 സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ this is equal to 1,629 minus 40 square, 1,600. So the answer is equal to 29. അപ്പോൾ കറക്റ്റഡ് വേരിയൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 29 ആണ്. മീനിൽ കറക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. ഇവിടെ വെയിറ്റ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള ഡാറ്റയാണ് തന്നിരിക്കുന്നത്. വെയിറ്റ് 5, 8, 10, 12, 25, 30 ആൻഡ് 38. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2, 3, 8, 10, 9, 3 ആൻഡ് 2. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ എക്സ് ആണ്, ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മളോട് റേഞ്ച് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വേരിയബിൾ ഏതാണ്? വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ വേരിയബിളിന്റെ ഹയസ്റ്റ് വാല്യൂ മൈനസ് ഇറ്റ്സ് ലോവസ്റ്റ് വാല്യൂ, ദാറ്റ് ഈസ് ദ റേഞ്ച്. അതായത് നമ്മളിവിടെ ഫ്രീക്വൻസിന് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വേരിയബിളിനെ ശ്രദ്ധിച്ചാൽ മതി. വേരിയബിളിലുള്ള ഹയസ്റ്റ് വാല്യൂ ഈസ് 38 ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഈസ് 5. For range is equal to 38 minus 5, which is equal to 33. അപ്പോൾ 33 ആണ് ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ റേഞ്ച്. പിന്നെ അവരുടെ കോഎഫിഷ്യൻറ്റും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഇസ് ഈക്വൽ ടു h മൈനസ് എൽ ഡിവൈഡഡ് ബൈ h പ്ലസ് എൽ ആണ്. ദാറ്റ് ഈസ് 38 മൈനസ് 5 ഡിവൈഡഡ് ബൈ 38 പ്ലസ് 5. ദിസ് ഇസ് ദി coefficient of range, that is 33 divided by 43. ഇതാണ് coefficient of range ഇവിടെ വരുന്നത്. Question: if the arithmetic mean of a data is assumed to be 39 and its mode is 52 and standard deviation is 20, calculate Carl Pearson's coefficient of skewness. അപ്പോൾ ഇവിടെ നമുക്ക് മീൻ തന്നിട്ടുണ്ട്. arithmetic mean is equal to 39 എന്ന് തന്നിട്ടുണ്ട്. മോഡ് ഇസ് ഈക്വൽ ടു 52 എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മീൻ, മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അതായത് SKP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് SKP ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് അതിൻ്റെ ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻ ഇസ് 39 മൈനസ് മോഡ് ഇസ് 52 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 20. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 13 ഡിവൈഡഡ് ബൈ 20, or this is equal to minus 0.65. അപ്പോൾ ഈ സ്ക്യൂനെസ് കിട്ടി. അതിൻ്റെ സൈന് നോക്കിയിട്ട് നമുക്ക് പറയാം ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് നമുക്ക്. Question: a lorry covers the first 30 kilometers at a speed of 15 kilometer per hour, the second 30 kilometer at the speed of 20 kilometer per hour, and the last 30 kilometer at a speed of 25 kilometer per hour. Find the average speed of the lorry. അപ്പോൾ ഇവിടെ ഒരു ലോറി കവർ ചെയ്ത ഡിസ്റ്റൻസും അതിനെടുത്ത സ്പീഡുകളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എല്ലാവരുടെയും 30 കിലോമീറ്റേഴ്സ് തന്നെയാണ്. 30 എന്ന് പറഞ്ഞാൽ 3 30 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓരോ 30 കിലോമീറ്റർ കവർ ചെയ്യാനെടുത്ത സ്പീഡുകൾ തന്നിട്ടുണ്ട്. ഒന്ന് 15 കിലോമീറ്റർ പെർ അവർ ഉണ്ട്, ഒന്ന് 20 കിലോമീറ്റർ പെർ അവർ ഉണ്ട്, ഒന്ന് 25 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. അപ്പോൾ നമ്മളോട് ആവറേജ് സ്പീഡാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പീഡുകളുടെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ആണ്. അപ്പോൾ ഹാർമോണിക് മീൻ ഇസ് യൂസ് ഫോർ ഫൈൻഡിങ് ആവറേജ് ഓഫ് സ്പീഡ്സ്. അപ്പം നമ്മളിവിടെ ഹാർമോണിക് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മെയിനായിട്ടുള്ള ആള് ആരുടെ ആവറേജ് ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അയാളെയാണ് നമ്മൾ എക്സ് ആയിട്ട്, നമ്മളെ വേരിയബിൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ സ്പീഡുകളെയാണ് നമ്മളിവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സ്പീഡുകളുടെ ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയൊക്കെയാണ് സ്പീഡുകൾ നമുക്ക് തന്നിരിക്കുന്നത്? സ്പീഡുകൾ 15 ഉണ്ട്,
മറ്റൊന്ന് 20 ഉണ്ട് ആൻഡ് 25 ഉണ്ട് അല്ലെ. ഇത്ര കിലോമീറ്റേഴ്സ് പെർ അവറിലാണ് നമുക്ക് സ്പീഡുകൾ തന്നിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രീക്വൻസി പോലെ നമ്മൾ എടുക്കുന്നത് എഫ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ആണ്. ഡിസ്റ്റൻസ് കവേർഡിനെ നമ്മൾ ഹാർമോണിക് മീനിന്റെ ഫോർമുലയിൽ ഫ്രീക്വൻസി എടുക്കുന്ന സ്ഥാനത്ത് ഞാൻ ആരെടുക്കുന്നു, ഡിസ്റ്റൻസിനെയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസിന് എടുക്കുന്നു. ഇവിടെ ഡിസ്റ്റൻസ് എല്ലാം തന്നെ 30 കിലോമീറ്റേഴ്സ് ആണ്. 30. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇനി നമുക്ക് ക്യാപിറ്റൽ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദറ്റ് ഈസ് സമ്മേഷൻ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു 90 എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എക്സുകളും ഉണ്ട് എഫുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാറ്റയിൽ നമ്മൾ എങ്ങനെയാണ് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത്? ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ദറ്റ് ഈസ് ടോട്ടൽ ഫ്രീക്വൻസി ആണ് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി പറയുന്നു. ഇവിടെ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സുകളും എഫുകളും ഉണ്ട്. നമുക്ക് എഫ് ബൈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻ നടത്താം. എഫ് ബൈ എക്സ് എന്ന് പറയുമ്പം ആദ്യം 30/15 ആണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരുന്നു. അടുത്തത് 30/20 ദറ്റ് ഈസ് ഈക്വൽ ടു 1.5. ദെൻ 30/25 ദറ്റ് ഈസ് 1.2. ഇവരുടെ സമ്മാണ് നമുക്ക് ആവശ്യം. അപ്പോൾ സമ്മേഷൻ എഫ് ബൈ എക്സ്, എഫ് ബൈ എക്സുകളുടെ സമ്മാണ് കാണുന്നത്. അപ്പോൾ ഇവരെ 3 പേരെയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.7 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. വാട്ട് ഈസ് ഹാർമോണിക് മീൻ? Then harmonic mean is equal to capital N that is 90 divided by summation f by x which is 4.7. അപ്പോൾ 90 divided by 4.7 ചെയ്യുമ്പം നമുക്ക് 19.15 ആണ് കിട്ടുന്നത്. ദിസ് ഇസ് ആവറേജ് സ്പീഡ് അല്ലേ. അപ്പോൾ കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതും. അപ്പം ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ദ വാല്യൂസ് 10, 12, 80, 70, 60, 100, 0 and 4. അപ്പോൾ ഇവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ വെറും ഡാറ്റ വാല്യൂസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതൊരു റോ ഡാറ്റയാണ്. അപ്പോൾ ഒരു റോ ഡാറ്റയിൽ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. അപ്പോൾ ഫോർ എ റോ ഡാറ്റ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ the whole square divided by n. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ ആദ്യം നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ വാട്ട് ഈസ് എക്സ് ബാർ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അർത്തമാറ്റിക് മീൻ ആണ്. അപ്പോൾ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സം എന്താ കിട്ടുന്നത് നോക്കാം. അപ്പോൾ എക്സ് വാല്യൂസിനെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ സമ്മേഷൻ എക്സ് ആയിട്ട് നമുക്ക് 336 ആണ് കിട്ടുന്നത്. അപ്പം എക്സ് ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എഴുതാം. എക്സ് ബാർ ഇസ് സമ്മേഷൻ എക്സ് ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 336 ഡിവൈഡഡ് ബൈ നമ്മളിവിടെ തന്നിരിക്കുന്നതിൽ 8 ഒബ്സർവേഷൻസ് ആണുള്ളത്. എൻ ഇസ് ഈക്വൽ ടു 8. അപ്പോൾ 336 ഡിവൈഡ് ബൈ 8 എന്ന് വരുന്നു. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 42 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ബാർ 42 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. പിന്നെ അവരുടെ സ്ക്വയർ കാണും. അപ്പോൾ അടുത്ത കോളമായിട്ട് ഞാൻ എക്സ് മൈനസ് എക്സ് ബാർ ആണ് എഴുതുന്നത്. അതായത് എല്ലാ എക്സ് വാല്യൂസിൽ നിന്നും ഞാൻ 42നെ മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പം 10 മൈനസ് 42 മൈനസ് 32, 12 മൈനസ് 42 ദറ്റ് ഈസ് മൈനസ് 30, 80 മൈനസ് 42 38, 70 മൈനസ് 42 28, 60 minus 42 18, 100 minus 42 58, 0 minus 42 minus 42, 4 minus 42 minus 38. അപ്പോൾ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് ഒക്കെ വരും. പക്ഷെ നമുക്ക് വേണ്ടത് ഇവരെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പം ഈ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറും അല്ലേ. എല്ലാ നെഗറ്റീവിന്റെ സ്ക്വയറും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ സ്ക്വയറുകൾ നമുക്ക് എഴുതാം. ദിസ് ഇസ് 1024, ദിസ് ഇസ് 900. 38ന്റെ സ്ക്വയർ 1444, 28ന്റെ സ്ക്വയർ 784, 80യുടെ സ്ക്വയർ 324, 58ന്റെ സ്ക്വയർ 3364, 42ന്റെ സ്ക്വയർ 1764, then 38ന്റെ സ്ക്വയർ 1444.
അപ്പം ഇങ്ങനെയാണ് ഇവരുടെ എല്ലാം സ്ക്വയർ കിട്ടിയിരിക്കുന്നത്. അവരുടെ സമ്മാണ് നമുക്ക് ആവശ്യം. സ്ക്വയറുകളുടെ സം. അപ്പോൾ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ചെയ്യും. അപ്പോൾ ഇവരെല്ലാം ആഡ് ചെയ്യുമ്പം നമുക്ക് വരുന്നത് 11,048 എന്നുള്ള ആൻസറാണ്. Therefore, standard deviation sigma is equal to square root of, നമുക്ക് സമ്മേഷൻ എഴുതാം, 11,048 divided by n. n is equal to 8. And this is equal to root of 1,381, which is equal to 37.16. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ഡാറ്റയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ CV ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഡിവൈഡഡ് ബൈ മീൻ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. ദിസ് ഇസ് അവർ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 37.16 divided by x bar, that is 42 into 100. This is our coefficient of variation. And this is equal to 88.47. ഇതാണ് നമ്മുടെ coefficient of variation.